അയ്യോ, അപ്പം മരിച്ചാലല്ലേ നമ്മളൊക്കെ അവയവം ദാനം ചെയ്യാ? ഓ, അങ്ങനെ ഒന്നല്ല കുട്ടിയെ, ആ പെൺകുട്ടിയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഓ, പക്ഷേ അതെങ്ങനെ? ശ്രീകുട്ടിയെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ദാനം ചെയ്യാൻ പറ്റാവുന്ന അവയവങ്ങളൊക്കെ ഉണ്ട്. ആണോ? ആ, അതേതൊക്കെയാ? പൊന്നു മോളെ, കിഡ്നി നമുക്ക് 2 ഉണ്ട്. അതിൽ ഒരെണ്ണേ ഉള്ളുവെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. ആ ഒരെണ്ണം നമുക്ക് ദാനം ചെയ്താലും സുഖമായിട്ട് നമുക്ക് ജീവിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതന്നെ. അതുപോലെ തന്നെ ദാനം ചെയ്യാൻ പറ്റിയ മറ്റൊരു അവയവമാണ് ഈ കരള്. അപ്പോ കരളും 2 ഉണ്ടാ? കരള് 2 ഒരെണ്ണേ ഉള്ളോ. പക്ഷേ അതെങ്ങനെ? എനിക്ക് അതിനോട് സംസാരിക്കാൻ വയ്യ, താനൊന്ന് പറഞ്ഞു കൊടുത്തേ. നന്ന ബുദ്ധി. കരളിനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നല്ലോ, കരൾ മുറിച്ചെടുത്താലും അത് കുറച്ച് ദിവസത്തിനുള്ളിൽ അത് വളർന്ന് പഴയപടിയാവും. ആണോ? അതുകൊണ്ടാണ് കുമാരന്റെ സഹോദരി കരള് പകുത്തു നൽകിയത്. മനസ്സിലായ? ആ, അവയവദാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാദാനം. ഒരാളുടെ ജീവൻ നിലനിർത്തുകയല്ലേ നമ്മൾ അവയവം കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. അതന്നെ, ഇതിലും വലിയ പുണ്യം നമുക്ക് വേറെ കിട്ടാനില്ല. ആ, അപ്പോഴേ ഞാൻ എൻ്റെ ഒരു അവയവം തൊട്ട വീട്ടിലെ രാമോ ചാച്ചനില്ലേ, ആ ചാച്ചനെ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. രാമണ്ണന് അസുഖമായിട്ടൊന്നും അറിയില്ലല്ലോ, തനിക്കറിയോ? ഏയ്, എനിക്കൊന്നും അറിയില്ല. അയാൾക്ക് എന്നിട്ട് അസുഖം? നീ എന്നിട്ട് ഈ ദാനം ചെയ്യാൻ പോണ്? പല്ല്. അല്ലോ. ആ, നോക്കി, എൻ്റെ പല്ല് പൊന്തിയിട്ടില്ലേ, ഇതിൽ കുറച്ചെണ്ണം എടുത്താൽ എൻ്റെ പല്ല് അമർത്തിയിട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞതേ. എന്നാലും കമ്പിടാൻ പറ്റുള്ളൂ അത്രേ. അപ്പം അതുകൊണ്ട് എടുക്കണ പല്ല് മുഴുവൻ അപ്പുറത്തെ രാമച്ചാച്ചനെ കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. രാമച്ചാച്ചൻ്റെ വയലിൽ പല്ലൊന്നുമില്ലല്ലോ, അപ്പോൾ അവയവദാനല്ലേ മഹാദാനം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ പല്ലൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും എടുത്ത് കളയണം, ആൾക്ക് ഉപകാരപ്പെടില്ലേ അത്. പൊക്കോണാർന്ന് വീട്ടിൽ തരാൻ വിളമ്പാതെ. നിന്നെ ഈ വഴിക്ക് കണ്ടുപോരുത്. ഇവളായിട്ടുള്ള നാട്ടത്തോടുകൂടി അവസാനിപ്പിച്ചു. ഇത് നല്ല കൂത്ത്. ഞാനൊരു അവയവദാനം ചെയ്യാന്ന് വിചാരിച്ചപ്പോ നിങ്ങക്ക് കുശുമ്പായിട്ടല്ലേ? ഓടി നടന്ന്. ഓ, ഇങ്ങനെ ഒരുത്തിനെ നമ്മുടെ നാട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്നല്ലോ. കടിഞ്ഞൽ പൊട്ടി.